വലിയ കഥകൾ എപ്പോഴും വലിയ നഗരങ്ങളിൽ നിന്നല്ല തുടങ്ങുന്നത്. ജാർഖണ്ഡിലെ ഒരു ചെറിയ പട്ടണം റാഞ്ചി. ആരവങ്ങളില്ല, പ്രശസ്തിയില്ല. എന്നാൽ ഒരു ബാലന്റെ ഉള്ളിൽ ചരിത്രമെഴുതാനുള്ള ധൈര്യമുണ്ടായിരുന്നു. അവന്റെ പേര് മഹേന്ദ്ര സിംഗ് ധോണി എന്നായിരുന്നു. സ്കൂൾ കാലത്ത് സജീവവും കഴിവുള്ള കായിക താരവുമായിരുന്നു ധോണി. അന്ന് ധോണിക്ക് ഫുട്ബോൾ വളരെ ഇഷ്ടമായിരുന്നു. ഗോൾ കീപ്പറായി അദ്ദേഹം കളിച്ചു. തന്റെ റിഫ്ലക്സ്, ചുവടുപിടിപ്പു, മുന്നോട്ടുള്ള നീക്കങ്ങൾ പ്രവചിക്കുന്ന കഴിവ് എന്നിവ കൊണ്ട് ശ്രദ്ധ നേടിക്കൊണ്ടിരുന്നു. ഫുട്ബോൾ അദ്ദേഹത്തിന്റെ പ്രഥമ പ്രിയമായിരുന്നു. പ്രൊഫഷണൽ ഫുട്ബോളർ ആകാനുള്ള സ്വപ്നമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കോച്ച് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കഴിവുകൾ ശ്രദ്ധിച്ചു. ധോണി കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൽ ഒരു സ്വാഭാവിക ബാറ്റിംഗ് കഴിവും വിക്കറ്റ് കീപ്പിംഗും ഉണ്ടെന്ന് കോച്ച് കണ്ടു. കോച്ച് അദ്ദേഹത്തിനെ ക്രിക്കറ്റ് ഗൗരവത്തോടെ പരിശീലിക്കാൻ പ്രേരിപ്പിച്ചു. ആദ്യം ധോണിക്ക് ആ കാര്യത്തിൽ ആകർഷണമില്ലായിരുന്നു. കാരണം അവന്റെ ഹൃദയം ഫുട്ബോളിലായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ ഫുട്ബോളിന് മികച്ച അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ധോണി തിരിച്ചറിയുകയും ക്രിക്കറ്റ് കൂടുതൽ പ്രാദേശികത്തിലും ദേശീയ തലത്തിലും കഴിവ് തെളിയിക്കാൻ അവസരങ്ങൾ നൽകുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അദ്ദേഹം ക്രിക്കറ്റ് പരിശീലനം പ്രാരംഭിച്ചു. പ്രത്യേകിച്ച് വിക്കറ്റ് കീപ്പിംഗിലും ബാറ്റിംഗിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നുള്ള അത്ലറ്റിക് കഴിവുകൾ, വേഗം, സ്റ്റാമിന, ചുവടുപിടിപ്പിന്റെ ഷാർപ്നെസ് വിക്കറ്റ് കീപ്പറായി മികച്ചതാക്കാൻ സഹായിച്ചു. സ്വപ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ ജീവിതത്തിന് ഉത്തരവാദിത്തങ്ങളും വേണം. അതുകൊണ്ട് ധോണി ഖരാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റുകൾ പരിശോധിക്കുന്ന ജോലി ചെയ്തു. രാത്രി ലോകം വിശ്വസിക്കാത്ത സ്വപ്നം പരിശീലിച്ചു. അവന്റെ ബാറ്റിംഗ് സ്റ്റൈൽ പരിഹസിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പുകളിൽ അവന്റെ പേര് മറക്കപ്പെട്ടു. പക്ഷേ സമ്മർദ്ദം അവനെ തകർത്തില്ല. കാരണം അവന്റെ ശക്തി നിശബ്ദതയായിരുന്നു. അവസാനം ഇന്ത്യൻ അണ്ടർ 19 ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 2004 ഇന്ത്യൻ ദേശീയ ടീമിലേക്കെത്തി. ധാരാളം പ്രതീക്ഷയോടെ ഇന്ത്യൻ ജേഴ്സി അവന്റെ ശരീരത്തിലേക്ക് അണിഞ്ഞു. പക്ഷേ ആദ്യ മത്സരത്തിൽ വലിയ സ്കോർ ഉണ്ടാക്കാൻ കഴിയാതെ പോയി. വിമർശനങ്ങളും സമ്മർദ്ദവും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അതിനുശേഷം ബാറ്റിംഗ് ഓർഡർ മാറ്റി 2005 പാകിസ്ഥാൻ-ഇന്ത്യ ODI സീരീസിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 148 റൺസ് നേടി. ഭയമില്ല, മടിയുമില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു പുതിയ ശക്തിയെ കണ്ടു. വർഷം 2007. ഇന്ത്യൻ ടീമിന് ഒരു നേതാവിനെ വേണം. ആവേശമുള്ളവനെയല്ല, ശബ്ദമുള്ളവനെയല്ല, ശാന്തനായ ഒരാളെ. ധോണിയെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടു. യുവതാരങ്ങൾ, കുറഞ്ഞ പ്രതീക്ഷകൾ, എന്നാൽ ഉറച്ച വിശ്വാസം. ഫലം 2007 T20 വേൾഡ് കപ്പായിരുന്നു. ഒരു പുതിയ യുഗം അവിടെ തുടങ്ങി. വർഷം 2008 ഏപ്രിൽ. IPL ആരവത്തിന്റെ തുടക്കം. ആദ്യ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനായി ധോണിയെത്തി. അന്നുമുതൽ ഇന്നുവരെ ചെന്നൈ സൂപ്പർ കിങ്സും ധോണിയും തമ്മിലുള്ള ബന്ധം IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയഗാഥകളിലൊന്നാണ്. അദ്ദേഹം ടീമിനെ പല IPL ടൈറ്റിലുകളിലേക്കും നയിച്ചു. തന്റെ ശാന്തമായ നേതൃശൈലിയും കഠിനാധ്വാനവും കൊണ്ട് ക്യാപ്റ്റൻ കൂൾ എന്ന പേരിൽ ആരാധകർക്ക് പ്രിയങ്കരനായി. 2011 ഏപ്രിൽ 2. മുംബൈയിലെ ഇന്ത്യ-ശ്രീലങ്ക ഫൈനൽ മത്സരവേദി. ഇന്ത്യക്ക് വിജയിക്കാൻ വെറും 6 റൺസ് മാത്രം. ഒരു രാജ്യം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു. ധോണി മുന്നോട്ട് നടന്നു. ഒരു സ്വിംഗ്, ഒരു ഷോട്ട്. ചരിത്ര നിമിഷം. ഇന്ത്യ ലോക ചാമ്പ്യന്മാർ. ധോണി ടീമിനെ നയിച്ചത് ആരവത്തോടെയല്ല, വിശ്വാസത്തോടെ. 2011 ODI വേൾഡ് കപ്പ്. 2013 ചാമ്പ്യൻസ് ട്രോഫി അവന്റെ കീഴിൽ ഇന്ത്യ നേടി. അവൻ കളിച്ചത് കീർത്തിക്കായി അല്ല, രാജ്യത്തിനു വേണ്ടിയായിരുന്നു. 2020 ധോണി ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിൽ നിന്ന് വിരമിച്ചു. ധോണി വേദിയിൽ നിന്ന് വിട പറഞ്ഞില്ല, ആരവം തേടിയില്ല. ഒരു ലളിതമായ സന്ദേശം, ഒരു നിശബ്ദ യാത്ര. കാരണം ഇതിഹാസങ്ങൾ വിടപറയൽ പ്രഖ്യാപിക്കില്ല, അവർ ചരിത്രം വിടർത്തി നടന്നുപോകും.